കാഫിർ പരാമർശം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷാംഗങ്ങൾ ചോദ്യോത്തരവേളയിലാണ് ഈ വിഷയം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി എം പി രാജേഷാണ് മറുപടി നൽകിയത്. കെ ലതികയുടെ പോസ്റ്റ് വർഗീയത ലക്ഷ്യമിട്ടു എന്ന പ്രതിപക്ഷ ആരോപണത്തിന് കെ ലതികയെ ന്യായീകരിച്ചുകൊണ്ടാണ് സർക്കാർ രംഗത്തെത്തിയത്. തന്റെ പോസ്റ്റ് തെറ്റായി ചിത്രീകരിക്കുന്നുവെന്ന് കണ്ടാണ് ലതിക പോസ്റ്റ് പിൻവലിച്ചത് എന്നായിരുന്നു എം പി രാജേഷിന്റെ പ്രതികരണം. കൃത്യമായിട്ടുള്ള ഉത്തരമാണ് നൽകിയിട്ടുള്ളത്. ഈ പരാതി അന്വേഷണ ഘട്ടത്തിലാണ്. അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതിന് പോലീസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. അല്ല, ഞാൻ പറഞ്ഞത് അഭിഭാഷകനായ ഒരു അംഗത്തിന് അറിയാവുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ തുടർന്ന് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട് എന്നത്. അത് പോലീസ് ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഈ മറുപടിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു, ഇതിനെ അങ്ങേയറ്റത്തെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് എന്ന്. അന്വേഷണ ഘട്ടത്തിലാണ്. ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ തേടുന്നു. ഇത് സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് എവിടെ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന്. ബഹുമാനപ്പെട്ട കെ ലതിക MLA എന്താണ് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്ന കാര്യം ഞാനിവിടെ വായിച്ചതാണ്. അവര് വർഗീയ പ്രചരണത്തിനെതിരായിട്ടാണ് കുറിപ്പിട്ടിട്ടുള്ളത്. ഇത് പിൻവലിച്ചത് സാധാരണഗതിയിൽ നമ്മുടെ ആരുടെയെങ്കിലും ഒരു പോസ്റ്റിനെ ദുരുപയോഗിച്ച് നാട്ടിൽ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും പക്വമായ വിവേകപൂർണമായ നടപടി അത് പിൻവലിക്കുക എന്നതാണ്. അങ്ങനെ നമ്മൾ പലരും പിൻവലിച്ചിട്ടില്ലേ? MG മിഥുൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, ഈ കെ ലതികയ്ക്കെതിരെ കേസെടുക്കുന്നത് സംബന്ധിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനോടൊക്കെ എങ്ങനെയായിരുന്നു മറുപടി നൽകിയത് സർക്കാർ? വടകരയിലെ ഈ വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷ നിരയിലെ MLA മാർ ഇന്ന് സഭയിൽ ഉന്നയിക്കുകയും ചെയ്ത് 8ഓളം അംഗങ്ങൾ സമാനമായ ചോദ്യം ഇന്ന് ചോദിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ മന്ത്രി എം പി രാജേഷാണ് ഇതിന് മറുപടി നൽകുകയും ചെയ്തത്. അതിൽ പ്രധാനമായും മന്ത്രി എം പി രാജേഷ് ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് നിലവിൽ ഫേസ്ബുക്കിനോട് ഇതിന്റെ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ആ വിവരങ്ങൾ ലഭ്യമാകുന്നതിന്റെ പുറകെ നടപടികൾ സ്വീകരിക്കും. FIR ഇട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായി മന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. കാരണം ഇത് ആരാണ് സൃഷ്ടിച്ചത്, ഇത് എവിടെ നിന്നാണ് വന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിന്റെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. കടുത്ത നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഗൗരവത്തോടു കൂടിയാണ് ഈ ഒരു വിഷയത്തെ സംസ്ഥാന സർക്കാർ കാണുന്നത് എന്നുള്ളൊരു പരാമർശമാണ് മന്ത്രി ഇന്ന് സഭയിൽ നടത്തുകയും ചെയ്തത്. അതിനുശേഷമാണ് മാത്യുക്കളുടെ പ്രതിപക്ഷ നിരയിൽ എഴുന്നേറ്റ് ഇത് സംബന്ധിച്ച് ചോദ്യം ചോദിച്ചത്. അതായത് FIR ഇട്ടിട്ടുണ്ടോ, ഒപ്പം തന്നെ ഇത് ആരെയൊക്കെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്, ഒപ്പം തന്നെ 40 ദിവസത്തോളം പ്രൊഫൈൽ പിക്ചറായി മുൻ MLA കെ ലതിക ഫേസ്ബുക്കിൽ ഇതിന്റെ പ്രൊഫൈൽ പിക്ചറായി ഉപയോഗിച്ചിരുന്നു, ഇതിനെതിരെ കേസെടുത്തിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ കെ ലതികയുടെ ഈ ഒരു നടപടി അത് വർഗീയ പ്രചാരണത്തിനെതിരാണ് എന്നുള്ളൊരു ന്യായീകരണമായിരുന്നു മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കെ ലതികയെ ന്യായീകരിച്ചുകൊണ്ട് അതിനെ കൊണ്ടായിരുന്നു ഇന്ന് സഭയിൽ എം പി രാജേഷിന് മറുപടി നൽകുകയും ചെയ്തു. അത്തരത്തിൽ നിലവിൽ ഫേസ്ബുക്കിനോട് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഇതിന്റെ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനനുസരിച്ച് മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കൂ എന്നുള്ള നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനുശേഷം മറ്റ് അംഗങ്ങൾ കൂടി കെ രമ അടക്കമുള്ള അംഗങ്ങൾ കൂടി സമാന ചോദ്യങ്ങൾ ഉയർത്തിക്കാണിക്കുകയും ചെയ്തു. കാരണം ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ യൂത്ത് ലീഗ് പ്രവർത്തകനല്ല ഇത് ചെയ്തതെന്നുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിരുന്നു. അത് പോലീസ് അന്നേ തന്നെ അറിയിച്ചിരുന്നു. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പേ ഈ ഒരു വിവരം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് അറിയിച്ചില്ല എന്ന ചോദ്യം കൂടി ഉയർത്തുകയും ചെയ്തു. എന്തായാലും നിലവിൽ അതിനുശേഷം വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തു. അതായത് പ്രതിഷേധം ഉയരാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ പ്രധാനപ്പെട്ട വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ മറ്റ് വിഷയങ്ങളിലേക്ക് വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം ഈ ഒരു ഭരണപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളൊരു ആക്ഷേപം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചു. അതായത് മന്ത്രിയും ഭരണപക്ഷ അംഗങ്ങളും ഇത്തരത്തിൽ ചോദ്യോത്തരവേളയെ ദുരുപയോഗം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് മറ്റ് ചോദ്യങ്ങളിലേക്ക് പോകുന്നത്. അതായത് അല്ലെങ്കിൽ ഈ ഒരു വ്യാജ തെരഞ്ഞെടുപ്പ് ID കാർഡുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം വർക്കല അംഗം വി ജോയി ഉയർത്തിക്കാണിക്കുകയും ചെയ്തു. ഇതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വരികയും ചെയ്തു. വലിയ പ്രതിഷേധം പിന്നീട് സഭയിൽ അരങ്ങേറുകയും ചെയ്തു. പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുകയും സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തി പ്രതിഷേധിക്കുകയും ചെയ്തു. തുടർന്ന് മറ്റ് കാര്യങ്ങളിലേക്ക്, അതായത് മറ്റ് വിശദാംശങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്ന് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തേടി കെ ലതികയ്ക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിൽ, അതായത് ഇതിന്റെ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നടപടി സ്വീകരിക്കാമെന്ന നിലപാടിലേക്ക് എന്തായാലും സർക്കാർ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും നിലവിലിപ്പോൾ ഈ ഒരു സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ഉപക്ഷേപം ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ആ ഒരു നടപടിയിലേക്ക് കടക്കുകയും ചെയ്തു. ഇപ്പോൾ സഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയിരിക്കുകയാണ്. സഭാ നടപടികളിൽ നിന്ന് എന്തായാലും പ്രതിപക്ഷം ഇപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റ് നടപടികളിലേക്ക് ഇപ്പോൾ സഭ കടന്നിരിക്കുകയാണ്. എൽദോ.
ആ,